ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഓണം കഴിഞ്ഞു, ക്രിസ്മസ് കഴിഞ്ഞു, ഇപ്പൊ ന്യൂ ഇയർ ആകാൻ പോകുന്നു. അപ്പൊ പലരും അല്ല കൂടുതൽ പേരും ഇപ്പൊ മറ്റേ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചേക്കുമായിരിക്കും. എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ അടുത്ത വർഷം തൊട്ട് ജിമ്മിൽ പോയി തുടങ്ങണം, ബാഡ് ഹാബിറ്റ്സ് എല്ലാം നിർത്തണം, പിന്നെ പ്ലാൻ ചെയ്ത ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത കോഴ്സ് പഠിക്കാൻ പോകണം, അങ്ങനെയുള്ള കുറെ പ്ലാൻസുകൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കുമായിരിക്കും ഓരോരുത്തർ. ബട്ട് ദ റിയാലിറ്റി ഈസ് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇത് പറയാനുള്ള കാരണം എന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രീംസോ എന്തെങ്കിലും കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത്രയ്ക്ക് വാശി നിങ്ങൾ അച്ചീവ് ചെയ്ത് പറ്റൂ എന്നുള്ള ഒരു ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ അത് നിങ്ങൾ നേരത്തെ അത് സക്സസ് ആവാനുള്ള പരിപാടി നേരത്തെ നിങ്ങൾ ചെയ്തു തുടങ്ങിയിരിക്കും. അത് ഒരിക്കലും ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനോ അല്ല അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കത്തില്ല. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രീംസോ അല്ലെ എന്തെങ്കിലും ഗോൾസോ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ ഉണ്ടെങ്കിൽ, അല്ലെ എന്തെങ്കിലും ചെയ്ത് തുടങ്ങണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഡു ഇറ്റ് നൗ ഗൈസ്. അല്ലാതെ നാളെ ചെയ്യാം, അല്ലെ മറ്റന്നാൾ ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത മാസം ചെയ്യാം, അല്ലെങ്കിൽ തിങ്കളാഴ്ച ആവട്ടെ, അല്ലെങ്കിൽ ന്യൂ ഇയർ റെസൊല്യൂഷൻ ആവട്ടെ, അപ്പോൾ ഇച്ചിരി പവർ ആയിരിക്കും, ഫ്രഷ് ആയിട്ട് തുടങ്ങാം എന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഈ 2025 പോയ പോലെ തന്നെ 2026 പോകും. എനിക്ക് 2025 പറ്റിയ ഏറ്റവും വലിയ മിസ്റ്റേക്സ് ആണ് കഴിച്ചത്. എല്ലാം ഇങ്ങനെ മാറ്റി വെക്കുക. അത് നമ്മൾ എത്രത്തോളം നമ്മൾ മാറ്റി വെക്കുന്നു, അതിങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ചിലപ്പോൾ നാളെ നമ്മൾ ചെയ്തിരിക്കും, പക്ഷെ ചെയ്യത്തില്ലത്. നമ്മൾ നാളെ അതുപോലെ തന്നെ പറയും. സോ നിങ്ങൾക്ക് ചെയ്യാൻ എന്തെങ്കിലും കാര്യം ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തോണം. അത് ന്യൂ ഇയർ റെസൊല്യൂഷന് വേണ്ടി അല്ല നാളത്തേക്കും മറ്റന്നാളത്തേക്കും ഒന്ന് മാറ്റി വെക്കരുത് ഗൈസ്. സോ ഇഫ് യു വാണ്ട് ടു അച്ചീവ് എനിത്തിങ്, സ്റ്റാർട്ട് ടുഡേ. ദെയർ ഇസ് നോ ടുമോറോ ഗൈസ്. അപ്പോൾ പീസ്.